എൻ്റെ ഈ കാണുന്ന മുടി എന്ന് പറയുന്നത് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് മാർച്ച് 1-ാം തീയതി ചെയ്തിട്ട് ഇന്ന് വീഡിയോ എടുക്കുന്നത് 10-ാം തീയതിയാണ്. ഈ 10-ാം തീയതി വരെയുള്ള ചേഞ്ചസാണ് കാണുന്നത്. എനിക്ക് ഒത്തിരി എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ചേഞ്ചസ് വരുമെന്ന് മുടിക്കകത്ത്. പക്ഷേ എനിക്ക് അത്രയും ചേഞ്ചസ് ഒന്നും തോന്നിയില്ല. ഞാൻ ഒരു തവണ ഇതുവരെ ഉള്ളതിൽ ഞാൻ ആക്ച്വലി ഷാമ്പു വാഷ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണോ എന്നറിയത്തില്ല. വലിയ സ്ട്രക്ചറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇത്രയും ദിവസം കൊണ്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ ഈ കാണുന്ന മുടി എന്ന് പറയുന്നതാണ് എൻ്റെ ആദ്യത്തെ മുടി, ബോട്ടോക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള മുടി. ഞാൻ തനിയെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കൂടെ വന്ന ആൾക്ക് എടുത്തു തരാനൊന്നും ആവുന്നുണ്ടായിരുന്നില്ല, കുഞ്ഞിനെ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു 5 minutes ഗ്യാപ്പ് അവരിടും. അങ്ങനെ കണ്ടിന്യൂ 3 times. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ കെട്ടി വെക്കുക, യൂഷ്വലി എല്ലാ പ്രൊസീജിയറും പോലെ തന്നെ. പിന്നെ അവർ നമുക്ക് മുടി ഉണക്കി തരും. 3 പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞ് മുടി ഉണക്കി അതിന് ശേഷം അവരിങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഉണക്കി എടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവരിനി ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഓരോ ലെയറും ഇങ്ങനെ ക്രീം എടുത്ത് ഓരോ തവണ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ കുറേ സമയം എടുത്ത് കേട്ടോ. ആക്ച്വലി ഞങ്ങളൊരു 12:30 ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാണ് പ്രൊസീജിയർ തുടങ്ങിയത്. വൈകുന്നേരം 6 മണി വരെ ഏറെക്കുറെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിരുന്നു. ഇപ്പോൾ ഇതാ ചേച്ചി ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ് ആയി കാണുന്നത്. ഇതിങ്ങനെ 1 മണിക്കൂറോളം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നീണ്ടു നിന്നു. നല്ല ക്ഷമ വേണമായിരുന്നു. കുഞ്ഞിനെയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ കുറേ സമയം ഞങ്ങൾ വെറുതെ, ഞാൻ എന്തായാലും ഒരു മൂവി വരെയും കൂടെ കണ്ടു തീർത്തു. അതുപോലെ എനിക്ക് സമയമുണ്ടായിരുന്നു ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ആ ചേച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കിന്ന ഉണക്ക് ഇത് ചെയ്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേനും എനിക്കിങ്ങനെ പുറത്തോട്ട് പോകണം. അപ്പോൾ അവിടെ മാനേജബിൾ ആണോ ഈ ക്രീംസും കാര്യങ്ങളൊക്കെ, അവിടെ എനിക്ക് പിന്നീട് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനത്തെ പറ്റുന്നത് എനിക്ക് എടുക്കാവുള്ളൂ എന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ മുടിക്ക് അത്യാവശ്യം നീളമുണ്ട്. എനിക്ക് ഡെലിവറിക്ക് ശേഷം മുടിക്ക് ഇച്ചിരി നീളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കട്ട് ചെയ്ത് കളയണം, നല്ല വൃത്തിക്ക് ലെവലായിട്ട് കിടക്കണമെങ്കിൽ കുറച്ച് അധികം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ എഡ്ജ് മാത്രം ഒരു സ്വല്പം കട്ട് ചെയ്ത് തന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്ത് തരാൻ പറഞ്ഞു. പുള്ളിക്കാരി എന്തായാലും ഒത്തിരി എന്നെ നിർബന്ധിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ സമ്മതിക്കില്ല എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് എന്തായാലും പിന്നെ അങ്ങനെ അറ്റം മാത്രം കുറച്ച് മുറിച്ചിട്ട് ബാക്കി ചെയ്ത് തന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു മുടിക്ക് ഇത്ര നീളം ഉള്ളത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ശേഷം ഇനിയാണ് ഇത് അവർ ചെയ്യുന്നത്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്നോട് പ്രത്യേകം പറഞ്ഞു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരുന്നു എൻ്റെ, അത് നല്ലതായിട്ട് കെയർ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, എങ്ങനെ ഇത് എത്ര നാൾ നിൽക്കും, ബോട്ടോക്സ് എങ്ങനെ 5-6 മാസമൊക്കെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നമ്മളെങ്ങനെ നോക്കുന്നു അതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 1-ാം തീയതി ചെയ്താന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്നിപ്പം 10-ാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. ഇന്ന് വരെയിൽ ഒരു തവണ ഞാൻ അവർ തന്ന ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്തത്, അല്ലാതെ ഇടയ്ക്ക് 1-2 തവണ ഞാൻ വാഷ് ചെയ്തു, നോർമൽ വാഷ് ചെയ്തു. ഞാൻ ആക്ച്വലി ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ തിരുവല്ലയിൽ നാച്ചുറലിൽ പോയി ചെയ്യാമെന്നാട്ടോ വിചാരിച്ചേ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഞാനപ്പോൾ അവരോട് പറഞ്ഞു എന്നെ എനിക്ക് ബോട്ടോക്സ് ചെയ്യണം, ഏതാണ് എൻ്റെ തലമുടിക്ക് മാച്ചായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു ബോട്ടോക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ബോട്ടോക്സ് ഞാൻ എന്തായാലും ചെന്നപ്പോൾ അവിടെ ഓഫർ ടൈമായിരുന്നു. ആക്ച്വലി എനിക്കത് അറിയില്ലായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഇപ്പോൾ എനി ലെങ്ത് ചെയ്യുവാണെങ്കിലും ഓഫറുണ്ട്, കമ്പനി ഓഫർ തന്നിട്ടുണ്ട് എനി ലെങ്തിന്. അപ്പം 7,000 രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും മുടി ചെയ്ത് വരുമ്പോൾ 10,000-20,000 രൂപയ്ക്ക് മേലെ പോകുമെന്നായിരുന്നു അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്തായാലും എനിക്ക് ലക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ചെയ്തതിന് എനിക്ക് 7,000 രൂപയായുള്ളൂ. പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെയർ ഫാൾ ഉണ്ട് കേട്ടോ ഇപ്പോഴും. ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹെയർ ഫാൾ കുറയുമെന്ന്. എനിക്ക് ഡെലിവറിക്ക് ശേഷം മുടി വളർന്നെങ്കിലും നല്ല ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുടി ഇപ്പോഴും നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ആ കൊഴിച്ചലിന് വലിയ മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിക്കുന്നത് ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഡാൻഡ്രഫ് പോകുന്നോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയുന്നോ ഒന്നും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആരും ബോട്ടോക്സ് ചെയ്യാനായിട്ട് പോകാൻ നിൽക്കരുതെന്ന് മാത്രം എനിക്ക് പറയാനുണ്ട്. ആകെ കൂടെ മെച്ചം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചകിരി പോലെ ഇരുന്നതൊക്കെ ഒന്ന് മാറി നമുക്ക് മാനേജബിളായിട്ട് ഒരു സിൽക്കി സ്മൂത്ത് സ്ട്രക്ചറിൽ കിട്ടിയെന്ന് മാത്രം.